വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നൾ വാല്യൂസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിൾ സ്റ്റുഡൻസ് ടേബിളിൽ സ്റ്റുഡന്റ് ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഗ്രാജുവേഷൻ ഇയർ. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു സ്റ്റുഡന്റിനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്. വാല്യൂസ് ഏതൊക്കെയാണ്? ഇവ ജോൺസൺ, ഏജ് നള്ളാണ് നമ്മൾ പാസ് ചെയ്യാം. റൺ കൊടുത്തു, കൊറി വൺ ഓക്കെ, വൺ റോ എഫക്ട്. സ്റ്റുഡന്റ് ടേബിളിൽ പോയിട്ട് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ ഇവ വന്നിട്ടുണ്ട്, ജോൺസൺ, ഏജ് നള്ള് വന്നിട്ടുണ്ട്. അതേപോലെ ഗ്രാജുവേഷൻ ഇയറും നള്ള് വന്നു. അപ്പൊ ഗ്രാജുവേഷൻ ഇയർ നമ്മൾ ഡാറ്റ പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബൈ ഡീഫോൾട്ട് നള്ള് വന്നു. അതേപോലെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡാറ്റ നള്ളാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് ഇൻസേർട്ട് ചെയ്ത ഡാറ്റ മിസ്മാച്ച് ആയിരുന്നു, അതായത് അങ്ങനെ ഒരു ഏജ് തന്നിട്ടില്ല, ബട്ട് ബൈ മിസ്റ്റേക്ക് നിങ്ങൾ 10 എന്ന് പറഞ്ഞ ഏജ് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അത് നൾ എന്ന് പറഞ്ഞ് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ നൾ ഇങ്ങനെ ക്യാപ്സിലാണ്, നിങ്ങൾ സ്ട്രിംഗ് ഒന്നും ഉപയോഗിക്കാതെ കോഡ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ക്യാപ്സിൽ നൾ എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എം ടി ആണ്. അതിന്റെ അർത്ഥം എം ടി ആണ്, നൾ ഫീൽഡ് ആണ് എന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് എം ടിയും ഉപയോഗിക്കാം, പക്ഷെ അത് സ്ട്രിംഗ് വാർക്കാർ ഫീൽഡ് ആകും. അത് പക്ഷെ അതൊരു നല്ലൊരു അപ്രോച്ച് അല്ല. എപ്പോഴും നിങ്ങൾക്ക് നൾ ചെക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടേബിൾ ഫീൽഡിൽ ഡാറ്റ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നള്ളാണ് അപ്രോപ്രിയേറ്റ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ജസ്റ്റ് എം ടി സ്ട്രിംഗ് ആയിട്ട് ഇൻസെർട്ട് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ എം ടി ഡാറ്റ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നൾ എന്ന് പറയുന്ന ആ ഒരു കീവേഡ് ഉപയോഗിച്ച് മാത്രം ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം.